നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 17. അങ്ങനെ ഇന്ന് ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ Q1 ഏർണിംഗ്സിന്റെ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ടും ഈ വീക്കെൻഡില് മറ്റുള്ള ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, ICIC ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയവയുടെ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ തീപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. തൽഫലമായി ഈ മാസം 6-ാം തീയതിക്ക് അഥവാ 10 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നിഫ്റ്റിക്ക് 24,300 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. എന്നാൽ അതേസമയം ഗ്ലോബൽ മാർക്കറ്റിൽ ശക്തമായ നെഗറ്റിവിറ്റിയാണ് അനുഭവപ്പെടുന്നതും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഇന്നത്തോടുകൂടി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായതെന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും മാത്രമല്ല ബോർഡർ മാർക്കറ്റ്സ് ഉൾപ്പെടെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. മാത്രമല്ല നിഫ്റ്റിക്ക് ഇന്ന് 24,100 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് അങ്ങോട്ട് നടത്തിയ അതിശക്തമായ കുതിപ്പില് ഉച്ചതിരിഞ്ഞ് 2:10 നിഫ്റ്റിയിൽ അതിശക്തമായ ഒരു ബ്രേക്ക് ഔട്ട് തന്നെ സംഭവിച്ചു. ഏകദേശം 5 മിനിറ്റുകൾ കൊണ്ട് 110 പോയിന്റുകളുടെ കുതിച്ചുചാട്ടമാണ് നിഫ്റ്റിക്ക് ഇന്ന് നടത്തുവാനുമായത്. കാരണം ഉച്ചയ്ക്ക് മുൻപേ പല പ്രാവശ്യം 24,300 എന്ന ലെവലിന് തൊട്ടടുത്തേക്കായിട്ട് നിഫ്റ്റി എപ്പോഴൊക്കെ എത്തിച്ചേർന്നെങ്കിലും ശക്തമായ റെസിസ്റ്റൻസ് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ആയതിനാൽ തന്നെ ഇന്ന് ശക്തമായ ഒരു ബ്രേക്ക് ഔട്ട് തുടർന്നാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തെ ബാലികാറമാലയായ 24,300 എന്ന ലെവലിൽ നിന്ന് മറികടക്കുവാനുമായത്. തൽഫലമായി 261 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 964 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 939 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. അതേസമയം ബോർഡർ മാർക്കറ്റ്സുകളിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ തന്നെയായിരുന്നെങ്കിലും നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.41%, സ്മോൾ ക്യാപ്പിന് 0.21% നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ലീഡിംഗ് ആയ ഇൻഡസ്ട്രീസുകൾക്ക് ഇന്ന് ഉയർച്ച രേഖപ്പെടുത്തുവാനായെങ്കിലും NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1088 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1906 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് ഇന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ടെക് മഹേന്ദ്ര, കൊട്ടാക് മഹേന്ദ്ര ബാങ്ക്, ജിയോ ഫൈനാൻഷ്യൽ, TCS, റിലയൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, വിപ്രോ, സൺഫാർമ, മാക്സ് ഹെൽത്ത് കെയർ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷമാണ് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് ഇന്ന് പറഞ്ഞ 5 സ്റ്റോക്കുകൾ മാറുകയും ചെയ്തത്. എസ്പെഷ്യലി റിലയൻസ് ഒക്കെ. നിഫ്റ്റി IT, ഓട്ടോ, ഫിനാൻഷ്യൽ സർവീസസ്, ബാങ്കിംഗ് തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഫാർമ, ഹെൽത്ത് കെയർ, മെറ്റൽ, FMCG തുടങ്ങിയ മേഖലകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു ജിയോ ഫിനാൻഷ്യലിന്റെ Q1 ഏർണിംഗ്സിനെ കുറിച്ച്. ശക്തമായിട്ടുള്ള Q1 ഏർണിംഗ്സിന്റെ ഫലമായിട്ട് ഇന്ന് സ്റ്റോക്കിൽ 4.5% നേട്ടവും കൈവരിക്കുവാനായി. അതേസമയം സീറ്റിന്റെ Q1 ഏർണിംഗ്സ് നിരാശപ്പെടുത്തിയതിനെ തുടർന്ന് എസ്പെഷ്യലി അവരുടെ പ്രോഫിറ്റിലൊക്കെ 96% ഇടിവായിരുന്നു ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തുകയും ചെയ്തത്. തൽഫലമായി ഇന്ന് സ്റ്റോക്കിൽ 7% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പ്രൊമോട്ടേഴ്സ് സ്റ്റോക്കിലുള്ള അവരുടെ സ്റ്റേക്ക് 50.48% ഉയർത്തുകയും ചെയ്തു. ഈ വാർത്ത പുറത്തു വന്നതിനെ തുടർന്നും കൂടാതെ ഇന്നലെ ജിയോ ഫിനാൻഷ്യലിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് ഇന്ന് വരാനിരിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ Q1 ഏർണിംഗ്സിൽ ഉയർത്തിയ പ്രതീക്ഷയും തുടർന്ന് സ്റ്റോക്കിന് ഇന്ന് 2% നേട്ടവും കൈവരിക്കുവാനായിരുന്നു. മാത്രമല്ല നാളെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICIC, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്കും ഇന്ന് 3% നേട്ടവും കൈവരിക്കുവാനായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനിടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്ന് IT മേഖലയിൽ ശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് പ്രകടമായിരുന്നതും. നിഫ്റ്റി IT ഇന്ന് 2% ഉയർച്ചയും കൈവരിച്ചു ഇൻട്രാഡേ ബേസിസിൽ. മാത്രമല്ല 1.25% അഥവാ 504 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് ഇന്ന് അവസാനിപ്പിക്കുകയും ചെയ്തത്. എസ്പെഷ്യലി ടെക് മഹേന്ദ്രയുടെ ഭാഗത്ത് നിന്നും Q1 ഏർണിംഗ്സ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും
ബെറ്റർ ആയിട്ട് വന്നതിനെ തുടർന്ന് സ്റ്റോക്കിന് ഇന്ന് 4.4% നേട്ടം കൈവരിക്കുവാനുമായി. അതേസമയം കൂടാതെ TCSന് 3.2%, HCL ടെക്കിന് 1.8% നേട്ടവും കൈവരിക്കുവാനായി. ഇതിനു പുറമെ ഇന്ന് മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഇന്നലെ വന്ന Q1 ഏർണിംഗ്സിന്റെ ഫലമായിട്ട് ഇന്ന് ജിയോ ഫിനാൻഷ്യലിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 4.5% ഉയർച്ച രേഖപ്പെടുത്തിയതും ഇതിനെ തുടർന്ന് ഇന്ന് നമ്മുടെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം റിലീസ് ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ Q1 ഏർണിംഗ്സിലുള്ള പ്രതീക്ഷ വർദ്ധിപ്പിച്ചതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണം ചെയ്തു. എസ്പെഷ്യലി മുൻപ് നമ്മൾ കണ്ട ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയെ പ്രധാനമായും സ്വാധീനിക്കുവാൻ കഴിവുള്ള സ്റ്റോക്കുകളാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ICIC ബാങ്ക് തുടങ്ങിയവ. കാരണം ഇന്നത്തെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഏകദേശം നിഫ്റ്റി 50യിൽ മാത്രം ഇവയ്ക്ക് 30% വെയിറ്റേജ് ഉണ്ട്. അതിന്റെ ഒരു ശക്തി പ്രകടനം ഇന്ന് മാർക്കറ്റിൽ പ്രകടവുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റിക്കൊക്കെ ശക്തമായ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ബോർഡർ മാർക്കറ്റ്സ് പിന്തള്ളപ്പെട്ടതും മാത്രമല്ല NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ഇൻഡെക്സുകൾക്ക് നേട്ടം കൈവരിക്കുവാനായെങ്കിലും അധികം സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എസ്പെഷ്യലി ബ്ലൂ ചിപ്പ് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ അനുഭവപ്പെട്ട ശക്തമായ വാല്യൂ ബൈയിങ്ങും ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നിഫ്റ്റിക്ക് 24,200 എന്ന ലെവൽ മറികടക്കുവാനായത് ഇന്ന് നിഫ്റ്റിക്ക് വളരെയേറെ ഗുണം ചെയ്യുകയും ചെയ്തു. മാത്രമല്ല 24,200 എന്ന ലെവലിന് മുകളിലായിട്ട് അതിശക്തമായി തന്നെ ഇന്ന് നിഫ്റ്റിക്ക് ഭൂരിഭാഗം സമയത്ത് നിലകൊള്ളുവാനുമായിരുന്നു. എങ്കിലും അവസാന 1.5 മണിക്കൂറുകൾ ബാക്കി നിൽക്കെ മാത്രമാണ് ബാലികേറാമലയായിരുന്ന 24,300 എന്ന ലെവൽ നിഫ്റ്റിക്ക് ഇന്ന് മറികടക്കാനായിരുന്നതും പിന്നീട് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്നുള്ള ആശങ്കകൾ നിലനിൽക്കുന്നതിനാലും മാത്രമല്ല ഇന്ന് വൈകുന്നേരവും നാളെയോടും കൂടി ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ Q1 ഏർണിംഗ്സും ലോങ് വീക്കെൻഡും വരുന്നതുകൊണ്ട് തന്നെ ട്രേഡേഴ്സിന്റെ ഭാഗത്ത് നിന്നും പൊസിഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുവാൻ താല്പര്യമില്ലാത്തതിനാൽ തന്നെ ഉടലെടുത്ത പ്രോഫിറ്റ് ബുക്കിംഗും ഒരു പരിധിവരെ പിന്നീട് മുന്നോട്ടുള്ള മാർക്കറ്റിന്റെ പ്രയാണത്തെ സ്വാധീനിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും നേരിയ നേട്ടത്തോടുകൂടി ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഏകദേശം 3-4 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് US ഡോളറിനെതിരെ 1 രൂപയ്ക്ക് മുകളിൽ ഇടിവായിരുന്നു ഇന്ത്യൻ രൂപയ്ക്ക് നേരിടേണ്ടി വന്നതും. ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ ഇന്ന് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേക്കും ഈ നേട്ടം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പ്രധാനമായും 2 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന്, ഇന്ന് വരാനിരിക്കുന്ന റിലയൻസിന്റെയും നാളെ വരാനിരിക്കുന്ന മറ്റുള്ള ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെയും Q1 ഏർണിംഗ്സിന്റെ റിസൾട്ടും. രണ്ടാമത്തതാണ് അതിലും ഏറ്റവും പ്രധാനമായും ഉള്ളത് അത് വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന പുതിയ ഡെവലപ്മെന്റ്സുകൾ തന്നെയാണ്. കാരണം യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇറാന്റെ ഭാഗത്ത് നിന്നുമുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ അതിരൂക്ഷമാകുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇരു കൂട്ടരും സൈനിക താവളങ്ങൾക്ക് നേരെയും റഡാറുകൾക്ക് മുകളിലും മറ്റുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ മുകളിലുമുള്ള ശക്തമായ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം അനുഭവപ്പെടുന്നുമുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 0.64% അഥവാ 338 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 യൂറോപ്യൻ മാർക്കറ്റ്സും നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. UK മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടും ഫ്രാൻസ് മാർക്കറ്റ് 0.25%-ലേറെയും ജർമ്മൻ മാർക്കറ്റ് 0.5%-അടുത്തും. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ത്യ, തായ്ലാന്റ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് മാത്രമേ ഇന്ന് നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായുള്ളൂ. കൊറിയൻ മാർക്കറ്റിന് അവധിയായിരുന്നു. ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും ശക്തമായ നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു. അതായത് ജപ്പാന് 5%-അടുത്തും, ഹോങ്കോങ്ങിന് 2%-ലേറെയും, തായ്വാന് 7%-അടുത്തും, ചൈനീസ് മാർക്കറ്റിന് 3.25%-അടുത്തും ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. എണ്ണയുടെ വില വീണ്ടും കത്തിക്കയറുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $80.73 ക്രൂഡ് ഓയിലിന്റെ വില $80.59 പെർ ബാരൽ എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഗോൾഡിന്റെ വില $3,996.48 പെർ ഔൺസ് എന്ന നിലയിൽ 0.5% ഉയർച്ചയോടുകൂടിയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ITC ഹോട്ടൽസ് വെൽക്കം ഹോട്ടൽ ഉടമസ്ഥതയിലുള്ള GHK ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡിന്റെ 100% ഓഹരികളും ഏറ്റെടുക്കുമെന്ന് കമ്പനി ഇന്ന് പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ജൂലൈ 31 ചേരുന്ന ബോർഡ് മീറ്റിംഗിന് ശേഷം Q1 ഏർണിംഗ്സുകൾ കമ്പനി പ്രസിദ്ധീകരിക്കും. NBCC ഇന്ത്യ, നാൽക്കോ, ഇന്ത്യൻ ഡ്രഗ് ആൻഡ് ഫാർമ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, PFC
എന്നിവയിൽ നിന്ന് വിവിധ ഓർഡറുകളിൽ നിന്നായിട്ട് മൊത്തത്തില് 85.6 കോടി രൂപയുടെ ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചു. ടൈം ടെക്നോപ്ലാസ്റ്റ് 1.4 ലക്ഷം 10 കിലോഗ്രാം കോമ്പോസിറ്റ് LPG സിലിണ്ടറുകളുടെ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് HPCL നിന്ന് 38.14 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. PNC ഇൻഫ്രാടെക് 3483 കോടി രൂപ മൂല്യം വരുന്ന ഉത്തർപ്രദേശിലെ പുതിയ 2 ഹൈവേ പദ്ധതികൾക്കായിട്ട് ഉള്ള കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. രത്നവീർ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് 330 കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂവിനായിട്ട് BSCയുടെയും NSCയുടെയും ഭാഗത്ത് നിന്ന് കമ്പനിക്ക് തത്വത്തിലുള്ള അംഗീകാരം ലഭിച്ചു. രാജേഷ് പവർ സർവീസസ് 34 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഫെഡറൽ ബാങ്ക് പറയാൻ പോകുന്ന റിസൾട്ടുകൾ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റില് 37%, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 26.1% വർധനവ് രേഖപ്പെടുത്തി. ഗ്ലോബസ് സ്പിരിറ്റ്സ് പ്രോഫിറ്റില് 49%, റവന്യൂവില് 21% വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.